ഒപ്പം ഇടവകകാരിയെ KG മാത്യൂസ് അച്ഛനെ പൊന്നാട അണിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇടവക സെക്രട്ടറിയെ ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ക്ഷണിക്കുന്നു. നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിനായി മലങ്കരയുടെ വലിയ മെത്രാപ്പോലിത്തായും തുമ്പമൺ ഭദ്രാസനത്തിന്റെ ആത്മീയ പിതാവുമായ അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് വലിയ മെത്രാപ്പോലിത്തായെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു രംഗം ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇന്ന് ഈ പ്രോഗ്രാം വായിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ആദരവ് വരുന്നത്. പക്ഷേ അത് ഏറ്റവും അനുഗ്രഹകരമായിട്ട് മലങ്കരയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ ബാവാതിരുമയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഇവിടെ വെച്ച് വാങ്ങിക്കുവാനിടയായത് ഒത്തിരിയേറെ അനുഗ്രഹവും അനുഭവവുമാണെന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. ഇന്നലെ പരിശുദ്ധ സഭയുടെ ചരിത്രം ഉണർന്ന ഒരു ദിവസമായിരുന്നു. ഉറങ്ങിയതല്ല, ഉണർന്ന ഒരു ദിവസമായിരുന്നു. അതിൻ്റെ ഒരു പ്രതീകം പോലെ ഇന്ന് ഇവിടെ വന്നപ്പോഴും കുമ്പഴ പഴയതിനേക്കാൾ അർത്ഥപൂർണമായി ഉണർന്ന് ഒരു വലിയ സ്വീകരണം നമ്മുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ബാവാതിരുമേനി നൽകി കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ടായി. ഇനിയിപ്പോൾ കുമ്പഴ കിഴക്കൊന്നും പടിഞ്ഞാറൊന്നും ഒന്നും ഇല്ല, അതുപോലെ കുമ്പഴയായി തീർന്നു എന്നുള്ളതാണ്. എനിക്ക് ഈ കുമ്പഴ പ്രദേശത്തെ പരിചയമായിട്ട് 70 വർഷമായി. തന്നെ അല്ല, തുമ്പോൺ ഭദ്രാസനത്തെ അവിഭക്ത തുമ്പോൺ ഭദ്രാസനത്തിലെ ഒരംഗമായിരുന്നു ഞാൻ. കൂർത്തമല ഇടവക ആയതുകൊണ്ട് ചെങ്ങന്നൂർ വിഭജിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നായ ഭദ്രാസനത്തിലെ ഒരംഗമായിരുന്നു ഞാൻ. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിട്ടാണ് പത്തനംതിട്ട ബേസിൽ ദേറായിൽ വന്ന് താമസമായത്. അതിന് കാരണഭൂതനായ ഭാഗ്യസ്മരണാർഹനായ ദാനിയേൽ മാർ ബിലക്സിനോസ് തിരുമേനിയെ വളരെ ആദരവോടെ ഇപ്പോഴും സ്മരിക്കുന്നു. ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ദീർഘസമയം എടുക്കുന്നില്ല. പരിശുദ്ധനായ അല്ലെങ്കിൽ കർത്താവിൻ്റെ അരുമശിഷ്യനായ മാർത്തോമാ ശ്ലീഹായുടെ അന്തസ്സുള്ള മക്കളാണ് നമ്മൾ. അതിന്ന് ഇങ്ങനെ മുഴങ്ങിക്കേട്ടു. ഇന്നലെ ലോകം മുഴുവൻ കേട്ട ഒരു ശബ്ദമായിരുന്നു. അപ്പോഴെൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം, നമ്മുടെ സഭാകവി CP ചാണ്ടി സാറ് തോമാസ് ശ്ലീഹായുടെ ഒരു ശതാബ്ദി വർഷത്തിലെ ഒരു ഗദ്യ വരികളിങ്ങനെ ഓർമ്മിപ്പിച്ചത് ഞാൻ വീണ്ടും ഒന്ന് ഓർക്കുകയാണ്. ഇപ്പോഴും നിങ്ങളോട് കൂടി ഞാനൊന്ന് ചൊല്ലാൻ തുടങ്ങുകയാണ്. ഗദ്യമാണ്, കവിതയല്ല. ഇന്ത്യ നാട്ടിൽ സ്വന്തം രക്തം ചിന്തി ജീവൻ സന്ധ്യജിച്ച സെന്റ് തോമസിൻ അന്തസ്സുള്ള സന്താനങ്ങളുണ്ടാകും. എത്ര എന്താ ഉണ്ടായതിനകത്ത്. സാറിൻ്റെ കവിതയുടെ ആ ഭംഗി അത് പണ്ട് കേട്ടത് ഓർമ്മയിലിരിക്കുകയാണ്. ഒന്നുകൂടെ ചൊല്ലാം. ഇന്ത്യ നാട്ടിൽ സ്വന്തം രക്തം ചിന്തി ജീവൻ സന്ധ്യജിച്ച സെന്റ് തോമസിൻ അന്തസ്സുള്ള സന്താനങ്ങൾ നാം. അന്തസ്സുണ്ടോ? ഉണ്ട്. ഇന്ന് തെളിഞ്ഞു, ഇന്നലെ തെളിഞ്ഞു, ഇന്ന് തെളിഞ്ഞു, ഇനി എന്നും തെളിയട്ടെ എന്ന് ആശംസിക്കുക. ആ ഭാഗം വിടുകയാണ്. അതേസമയത്ത് പരിശുദ്ധ ബാവാതിരുമേനിമാർക്കെല്ലാം അവരെ സ്വീകരിക്കുന്ന സമയത്ത് ചൊല്ലുന്ന ഒരു പാട്ടും കൂടെ സാർ എഴുതിയിട്ടുണ്ട്. അതും എൻ്റെ ഓർമ്മയിൽ 1-2 ഉണ്ട്. കാതോലിക്ക മഹിമാസനവേദി ഒളിയായി വിലസുന്ന വൈദിക വിദ്യാഗ്രേസരനെ സത്യചാരപരായണനെ വാനവകാന്തിയെഴും ജനക നാഥാഭാവാതിരുമേനി വാണാലും നീണാളതിമോദം. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗി തിഥിയൻ ബാബായുടെ തിരുമേനിയുടെ കാലത്താണ് സാർ ഈ പാട്ട് എഴുതിയത്. എല്ലാ ബാബാ തിരുമേനിക്കും അത് ചൊല്ലി സ്വീകരിക്കാവുന്നതാണ്.
പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ നട്ട ഒരു മുന്തിരിവള്ളിയെ പരാമർശിച്ച് ഒരു സൈഡുണ്ട്, അതും കൂടെ ചൊല്ലി ആ ഭാഗം വിടാം. പേർഷ്യ നാട്ടിൽ മാർത്തോമാ നട്ട മഹിമ നിറഞ്ഞോര മുന്തിരി കാൺക മലങ്കരയിൽ സുന്ദരമായി പടരുന്നല്ലോ. അതിനെ നനച്ചു വളർത്തുന്നോ അരുമയെഴും തോട്ടക്കാരാ, വാണാലും നീണാളതിമോദം. ഇനിയുണ്ട്, പക്ഷെ ചൊല്ലുന്നില്ല. ഈ പള്ളി ആദ്യം പണിയുന്ന സമയത്ത് ഞാൻ അച്ഛനായിട്ടൊക്കെ വന്ന കാലമാണ്, എത്ര അച്ഛനായിട്ടും പിന്നീട് വന്നു. അന്ന് ആ പള്ളിയിലോട്ട് കയറാൻ നേരം കരിങ്കല്ല് കൊണ്ടാണ് ഇത് കെട്ടിയത്. മുളയെല്ലാം നാട്ടി അതിൻ്റെ കീഴേ കൂടെ കുഞ്ഞും വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ഇതിനകത്ത് കയറിയിട്ടുള്ളത്. 11 വർഷമാണെന്ന് തോന്നുന്നു സി എ ജോൺസ് ആണ് അച്ഛൻ്റെ കാലത്ത്. അച്ഛൻ്റെ ഒരു അതായത് ഡിറ്റർമിനേഷൻ, ഈ പള്ളി പണിതേ മാറൂ. അത്രയും വർഷം സഹിച്ച് ക്ഷമിച്ച് കുറേശ്ശെ പണം സ്വീകരിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അച്ഛൻ്റെ ഒരു ശൈലി, ഒരു നല്ല ഒരു അധ്യാപകനായിരുന്നു. നമ്മുടെ തുമ്പോൺ ഭദ്രാസിലെ സ്ഥാപനങ്ങളൊക്കെ ITC ഉൾപ്പെടെയുള്ളതൊക്കെ ഉണ്ടാകണം, അത് വളരണം, സഭ വളരണം, അങ്ങനെയൊക്കെ പറയും. എന്നെ കാണുമ്പോൾ ചെവി വന്ന് ഓരോരോ പുതിയ ആശയങ്ങൾ പറയും. ഞാൻ സുൽത്താൻ ബത്തേരി പോയി കഴിഞ്ഞപ്പോഴും എവിടെ വെച്ചെങ്കിലും കണ്ടാൽ ഒരു നല്ല ഉപദേശം തരും. അച്ഛനെ ഇപ്പോൾ ഞാൻ സ്മരിക്കുകയാണ്. ഇത് പണിത് കഷ്ടപ്പെട്ട് പണിത്. ഇപ്പോഴിത് കാണുമ്പോൾ കുഞ്ഞുങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. 10-17 വർഷം മുമ്പ് എന്തായാലും നമ്മുടെ പിതാക്കന്മാർ ഈ ദേശത്ത് വന്ന് താമസിച്ചപ്പോൾ അവരുടെ ആ സമർപ്പണം എത്രയോ ശ്രേഷ്ഠമായിരുന്നുള്ളതാണ്. ഇന്ന് വിശുദ്ധ ബാവാതിരുകൊണ്ടും അച്ഛനും ഒക്കെ സംസാരിച്ചപ്പോൾ ദൈവസ്നേഹം കൊടുക്കുവാൻ തക്കവണ്ണം നമുക്കുള്ള ഒരു വലിയ ആലയമാണിത്. പരിശുദ്ധ ശ്രീഹന്മാരുടെ കാലത്ത് സ്നേഹം എന്നും കൊടുത്തിരുന്നു. അതിനൊരു ഉദാഹരണം ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുള്ളതാണ്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയോ വിശുദ്ധ കുർബാന അർപ്പിക്കുകയോ അനുഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അന്ന് തന്നെ കയ്യിലുള്ളത് നേർച്ചയായാലും കാഴ്ചയായാലും ഭക്ഷണമായാലും മരുന്നായാലും വസ്ത്രമായാലും സഹോദരങ്ങൾക്ക് അയൽക്കാർക്ക് കൊടുത്തിരിക്കണം. ഇവിടെ ശ്രേഷ്ഠരായിട്ടുള്ളവരെല്ലാം വന്നിട്ട് നമ്മുടെ MLA ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പിസ്കോപ്പന്മാരുണ്ട്, വൈദികരുണ്ട്, വിശ്വാസികളുണ്ട്. ഈ സഭയ്ക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പറയുമ്പോൾ എന്തോരം കഷ്ടത സഹിച്ചു. അപ്പോൾ കഷ്ടത സഹിക്കും തോറും തീയിൽ ജ്വലിച്ച് നല്ല സ്വർണത്തിൻ്റെ മാറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സംശയവുമില്ല. അങ്ങനെ സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദേശത്തൊക്കെയുള്ള പള്ളി കാണുമ്പോൾ ഒരു 100 വർഷം മുമ്പോ 200 വർഷം മുമ്പോ തുമ്പോൺ ഭദ്രാസനം തുടങ്ങിയപ്പോൾ 150 വർഷം മുമ്പോ പള്ളികളൊക്കെ ഞാൻ സുൽത്താൻ ബത്തേരി ചെല്ലുമ്പോൾ 3 വീടുള്ള പള്ളിയുണ്ട്, 5 വീടുള്ളതുണ്ട്, ഓലമേഞ്ഞതാണ്, ചാണകം വഴിയതാണ്. പക്ഷേ ഇന്നതൊക്കെ ഒത്തിരി വ്യത്യാസമായി. ഇവിടെ അതിന് മുമ്പേ വ്യത്യാസമായി. എന്താണ് നമ്മുടെ പ്രാർത്ഥന? ശ്ലീഹന്മാരുടെ കാലത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്ന് കുർബാന അർപ്പിച്ചാലും വിശുദ്ധ കുർബാന അർപ്പിച്ചാലും കിട്ടുന്നത് മുഴുവൻ അല്പം എടുത്ത് ഉപയോഗിക്കാം, അനുവാദമുണ്ട്. സഹോദരനെ കൊടുക്കാൻ തക്കവണ്ണം ഷമ്മാശന്മാരുടെ കൈ കൊടുത്തയക്കും. അത് എന്നും ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല. കൊടുത്തയച്ചിട്ട് ഒഴിഞ്ഞ പാത്രമായി തിരിച്ചു വരണം. പിറ്റേ ദിവസം അല്ലെ പിറ്റേ ആഴ്ചയും വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ ഇതുപോലെ അതാ വിശുദ്ധ കുർബാനയുടെയും പെരുന്നാളിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധത അത്രയ്ക്ക് ആഴമുള്ളതാണ്. തലമുറകളായി ലഭിച്ചിരിക്കുന്ന നമുക്ക് ദൈവം ഒത്തിരി അനുഭവങ്ങൾ തന്നിട്ടുണ്ട്, ഒത്തിരി തന്നിട്ടുണ്ട്. എന്തുവാ തരാത്തത്? ഇഷ്ടം പോലെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അംശം എന്നും
സഹോദരൻ ക്ഷീണിതനായി വന്ന് അടുത്ത് താമസിച്ചാൽ അവനെ കാത്തുകൊള്ളുന്ന ഈ പുസ്തകത്തിൽ കൽപ്പിച്ചിരിക്കുന്ന പോലെ നൽകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. എനിക്ക് തന്ന ഈ ആദരവ് ഒത്തിരി അനുഭവം എന്നെ ഓർമ്മിപ്പിക്കുന്നു. അതിനനുസരിച്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടതെല്ലാം അങ്ങനെ അത് പ്രത്യേക സന്ദർഭങ്ങളിൽ അത് ചെയ്യുന്നതിൽ ഒത്തിരിയേറെ സന്തോഷവും നന്ദി പരിശുദ്ധ ബാബാതിരുന്നിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളോടെല്ലാവരോടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.